ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പ്രാക്ടിക്കലിലൂടെ ചെയ്ത് മനസ്സിലാക്കാം. എപ്പിസോഡ് 30. ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളിൽ ഫിക്സഡ് സർക്യൂട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവ നിർമ്മിക്കുന്നത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന റിഡോക്സ് റിയാക്ഷൻ ഉപയോഗിച്ചിട്ടാണെന്ന് എത്ര പേർക്കറിയാം? ഇത് നമുക്കൊന്ന് ചെയ്ത് മനസ്സിലാക്കാം. ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഞാനൊരു സിമ്പിൾ സർക്യൂട്ട് എടുക്കുന്നുണ്ട്. ഇതൊരു PCB ആക്കാൻ ആദ്യം വേണ്ടത് ഒരു കോപ്പർ ക്ലാഡ് ബോർഡാണ്. ഈ ബോർഡ് നോക്കിയാൽ മനസ്സിലാവും, ഇതിന്റെ ഒരു സൈഡ് കോപ്പർ ലെയറും മറ്റേ സൈഡ് ഇൻസുലേറ്റർ ആയിട്ടുള്ള മൈക്ക ഷീറ്റുമാണ് ഉള്ളത്. ഇതിലേക്ക് ഞാനൊരു മാർക്കർ ഉപയോഗിച്ചിട്ട് നേരത്തെ കണ്ട സിമ്പിൾ സർക്യൂട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫെറിക് ക്ലോറൈഡും വെള്ളവും മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം. എന്നിട്ട് ഈ ഒരു സൊല്യൂഷനിലേക്ക് നമ്മുടെ ബോർഡ് ഇറക്കി വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫെറിക് ക്ലോറൈഡ് ബോർഡിനുള്ളിലെ കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുകയും കോപ്പർ ക്ലോറൈഡായി മാറി സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ആകുകയും ചെയ്യും. എന്നാൽ നമ്മൾ മാർക്കർ കൊണ്ട് വരച്ച ഭാഗം മാത്രം കോപ്പറിന് മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായി നിന്ന് ആ ലൈൻസ് ഒഴിച്ചുള്ള കോപ്പർ മാർക്ക് ഡിസോൾവ് ആകുകയാണ് ചെയ്യുന്നത്. കോപ്പർ എല്ലാം ഡിസോൾവ് ആയ ശേഷം നമ്മുടെ ഈ ഒരു ബോർഡ് സാൻഡ് ചെയ്ത് വൃത്തിയാക്കി ഡ്രില്ല് ചെയ്ത് കോമ്പണൻസ് പ്ലേസ് ചെയ്ത് സോൾഡർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളിൽ കാണുന്ന തരത്തിലുള്ള ഒരു PCB ബോർഡ് കംപ്ലീറ്റ് ആയതായി കാണാം.